ആക്ച്വലി ഇതാണ് എൻ്റെ മോട്ടോ വ്ളോഗിങ് സെറ്റപ്പ്. യൂസ് ചെയ്തിരിക്കുന്ന ഹെൽമെറ്റ് KYT TT റവോ, അതേപോലെ ഗോപ്രോ ഹീറോ 12. പിന്നെ ഗോപ്രോയ്ക്ക് അതിൻ്റേതായ കുറച്ച് ആക്സസറീസും ഞാൻ വെച്ചിട്ടുണ്ട്. അതേപോലെ മൈക്ക് യൂസ് ചെയ്തിരിക്കുന്നതും ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാം. ഇതാണ് ഉള്ളിലുള്ള സെറ്റപ്പ്. സോണിയുടെ ലാവലിയർ മൈക്കാണ്, നമുക്ക് ആമസോണിലൊക്കെ അവൈലബിൾ ആണ്. ഇതാണ് ആ മൈക്കാണ് നമ്മൾ സംസാരിക്കുമ്പോൾ റെക്കോർഡ് ചെയ്യാൻ യൂസ് ചെയ്യുന്നത്, ഗോപ്രോയായിട്ട് കണക്ട് ചെയ്തിട്ട്. കണ്ടില്ലേ, നിങ്ങൾക്ക് കാണാം ഞാനിപ്പോൾ ഇങ്ങനെയാണ്, ഇപ്പോൾ ഈ ഒരു സെറ്റപ്പിലാണ് ഇപ്പം മൈക്ക് ഹെൽമെറ്റിൽ വെച്ചിരിക്കുന്നത്, ഹെൽമെറ്റിനുള്ളിൽ. പിന്നെ അതിൻ്റെ നമ്മൾ ഗോപ്രോയിൽ കുത്തുന്ന ഭാഗം ഇത് എന്നിട്ട് ഗോപ്രോയിലോട്ട് അറ്റാച്ച് ചെയ്താണ് വെക്കുന്നത്. അപ്പോൾ ഇതാണ് ബേസിക് എൻ്റെ ഹെൽമെറ്റിൻ്റെ ഒരു വ്ളോഗിങ് സെറ്റപ്പ്. പിന്നെ നിങ്ങൾ ഈ കാണുന്ന പോലെ ബ്ലൂ ആർമറിൻ്റെ മൗണ്ടാണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്, ചിൻ മൗണ്ട് ഹെൽമെറ്റിൽ. ഇത് TT റവോയുടെ ഷേപ്പിന് കറക്റ്റായിട്ട് സ്യൂട്ടാവും, കണ്ടില്ലേ, ഗ്യാപ്പ് ഒന്നും ഇല്ലാതെ അതവിടെ ഫിക്സ് ആയിരുന്നോളും. ആ മൗണ്ടാണ് നമ്മൾ ഗോപ്രോ ഹോൾഡ് ചെയ്യാൻ വേണ്ടി, ഹെൽമെറ്റിൽ ഹോൾഡ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഈ കാണുന്ന ഒരു എക്സ്റ്റൻഡറാണ്, ഈ മൗണ്ടിൻ്റെ കൂടെ തന്നെ ഒരു എക്സ്റ്റൻഡർ വെച്ചിട്ടുണ്ട്. അതാണ് ഈ ഒരു ആംഗിളിൽ ചരിഞ്ഞിരിക്കുന്നത്. കാരണം നമ്മൾ സ്പോർട്സ് ബൈക്ക് യൂസ് ചെയ്യുമ്പോൾ നമ്മൾ നേരെയുള്ള ആംഗിളിൽ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ടാങ്ക് മാത്രമേ ഗോപ്രോയിൽ കിട്ടത്തുള്ളൂ വിഷ്വലി. സോ അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു എക്സ്റ്റൻഡർ യൂസ് ചെയ്യുന്നത്. ഇത് വെച്ച് ഗോപ്രോ അതിൽ അറ്റാച്ച് ചെയ്ത് വെക്കുമ്പോൾ കറക്റ്റ് ആംഗിൾ നമുക്ക് കീപ്പ് ചെയ്യാൻ പറ്റും. ഇതാണ് ഞാൻ യൂസ് ചെയ്യുന്ന ഗോപ്രോ ഹീറോ 12. ഇത് വേറൊന്നുമല്ല, ഇത് അതിൻ്റെ സ്ക്രീൻ ഗാർഡിൻ്റെ സൈഡാണ്, ഇച്ചിരി ഇളകിയിട്ടുണ്ട്. അത് നമ്മൾ എക്സ്ട്രാ മേടിക്കുന്നതാണ്. അത് ഞാൻ ജസ്റ്റ് ഒരു പ്രൊട്ടക്ഷന് വേണ്ടി, അഡീഷണൽ പ്രൊട്ടക്ഷന് വേണ്ടി മേടിച്ച. ലെൻസിന് ഒരു കവറുണ്ട്, സ്ക്രീൻ ഗാർഡുണ്ട്. ആക്ച്വലി ഗോപ്രോ അതിൻ്റെ ഇത്രയേ ഉള്ളൂ, ഹീറോ 12. തീരെ ചെറുതാണ്, കാണാം. ഞാൻ 2 സ്ക്രീൻ ഗാർഡ് ഫ്രണ്ടിലും ബാക്കിലും ചുമ്മാ ഒട്ടിച്ചതന്നേ ഉള്ളൂ. കാരണം ഈ അഴുക്കൊക്കെ വന്നാൽ, ഈ മണ്ണൊക്കെ പറ്റുമ്പോൾ സ്ക്രീനൊന്നും സ്ക്രാച്ച് ആവാതിരിക്കാൻ വേണ്ടി ഒരു എക്സ്ട്രാ പ്രൊട്ടക്ഷൻ എന്നുള്ള രീതിയിൽ ഉപയോഗിച്ചതാണ്. ഇതിൻ്റെയൊക്കെ റിവ്യൂ ഒക്കെ ഇഷ്ടം പോലെ ഓൺലൈനിലുണ്ട്. ഞാൻ വാങ്ങിച്ചപ്പം 12 ലോഞ്ച് ആയിട്ടുള്ളായിരുന്നു. അപ്പോൾ അന്നത്തെ ഏറ്റവും ലേറ്റസ്റ്റ് ടെക്നോളജി എന്നുള്ള രീതിയിലും, പിന്നെ ഇതിന് നമുക്ക് പോർട്രേറ്റ് മോഡ് ഇതിനകത്ത് ഇട്ടെടുക്കാം, ഫോൺ ഇങ്ങനെ ക്യാമറ ചരിച്ച് വെക്കാതെ. അപ്പോൾ അങ്ങനെ കുറേ ഫീച്ചേഴ്സും, പിന്നെ വൈഡ് ആംഗിൾ, ഹൈപ്പർ വ്യൂ, അങ്ങനെ കുറേ ഫീച്ചേഴ്സൊക്കെ ഉള്ളതുകൊണ്ടാണ് നമ്മളിതെടുത്തത് അന്ന്. നൈസ് ഹെൽമെറ്റ്, നൈസ് ക്യാമാണ്. ഇതുവരെ എനിക്കങ്ങനെ ബുദ്ധിമുട്ടൊന്നും തോന്നിയിട്ടില്ല, ഒരു തവണ പോലും പണിയൊന്നും കിട്ടിയിട്ടില്ല. ഞാൻ ആദ്യം ഗോപ്രോ കാണിച്ചപ്പം ഇങ്ങനെ ഈ ഒരു കേസുകൂടെ വെച്ച് കാണിച്ചത്. ഇതാണ് ഗോപ്രോയുടെ മീഡിയ മോഡ്. ആക്ച്വലി ഇതിനൊരു 8K എന്തോ പ്രൈസ് വരുന്നുണ്ട്. ഇതിൻ്റെ ഒരു ഗുണമെന്ന് വെച്ചാൽ ഇതിനകത്ത് നമുക്ക് കുറേ ജാക്സ് ഉണ്ട്. ഇപ്പോൾ USB ജാക്കും ഇതിനകത്തിൽ നമുക്ക് മൈക്കിൻ്റെ ജാക്കൊക്കെ സെപ്പറേറ്റ് കൊടുക്കാം, കണ്ടില്ലേ. അതുപോലെ ഇത് USB ജാക്ക്, ഇങ്ങനെ 2 ജാക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട്, പോർട്ട്. ഇതിൻ്റെ ഒരു ഗുണമെന്ന് വെച്ചാൽ നമുക്ക് ഒരുപാട് ആക്സസറീസ് ഇതിൽ ഉപയോഗിക്കാം. അതുപോലെ തന്നെ ഇത് ഗോപ്രോ തന്നെ ആക്സസറീസാണ്. ഇത് ഗോപ്രോ മീഡിയ മോഡ്. ഇതിൽ നമുക്ക് വേണമെങ്കിൽ സ്ക്രീൻ അറ്റാച്ച് ചെയ്യാം, അതേപോലെ മൈക്ക് വേറെ എക്സ്ട്രാ വേണമെങ്കിൽ അത് അറ്റാച്ച് ചെയ്യാം. നമ്മൾ എക്സ്ട്രാ മൈക്ക് മേടിച്ച് കഴിഞ്ഞാൽ അതിന് നമ്മൾ അഡാപ്റ്റർ വെക്കേണ്ടി വരും. അപ്പോൾ അതിന് വേറെ ഒലാൻസിലൊക്കെ കേസുണ്ട്. പിന്നെ ഇതാകുമ്പോൾ നമുക്കിത് ഒന്നും വേണ്ട, ഇതിനകത്ത് നമുക്ക് ഡയറക്റ്റ് വേണമെങ്കിൽ ജാക്കിൽ കുത്തി മൈക്ക് നമുക്ക് ഹെൽമെറ്റിലോട്ട് കണക്ട് ചെയ്താൽ മതി. പിന്നെ കുറച്ച് എക്സ്ട്രാ ഫീച്ചേഴ്സ് ഉണ്ട്. ഇപ്പോൾ മൾട്ടിപ്പിൾ പോർട്സ്, ഇപ്പോൾ നമുക്ക് ചാർജ്, മറ്റേ നോർമലി ഗോപ്രോ ചാർജ് ചെയ്യണമെങ്കിൽ അതിൻ്റെ കേസിൻ്റെ ഒരു സൈഡ് ഊരിയിട്ട് വേണം. ഗോപ്രോയുടെ ഒരു ഇതുണ്ട്, ആ കേസിൻ്റെ സൈഡിലൊരു വശം ഊരിയിട്ട് വേണം കുത്താൻ. ഇതാകുമ്പോൾ നമുക്ക് കണ്ടോ, ഈ ഭാഗം ഇത് ഡയറക്റ്റ്ലി നമുക്ക് ഇത് മീഡിയം മോഡ് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഡയറക്റ്റ് നമുക്ക് ഇവിടെ ഒരു പോർട്ടുണ്ട്, കണ്ടില്ലേ. ഇതുവഴി നമുക്ക് ചാർജ് ചെയ്യാം, വേറെ ഒരു ബുദ്ധിമുട്ടും ഇല്ല. അപ്പം എല്ലാ പ്രൊഡക്റ്റിൻ്റെയും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഞാൻ വാങ്ങിച്ച എല്ലാം ഓൾമോസ്റ്റ് ആമസോണിൽ നിന്നാണ്. അപ്പം അതിൻ്റെ എല്ലാം ലിങ്ക്, അവൈലബിൾ ആയിട്ടുള്ള ലിങ്കെല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഇപ്പം വ്ളോഗൊന്നും ചെയ്താൽ ചുമ്മാ റെക്കോർഡ് ചെയ്യണമെങ്കിൽ വേറെ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. ജസ്റ്റ് ഈ മൗണ്ട് മാത്രം മേടിച്ചാൽ മതി, ഗോപ്രോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ആക്ഷൻ ക്യാം. അപ്പം ഈ വീഡിയോ ആർക്കെങ്കിലുമൊക്കെ ഹെൽപ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. അപ്പം താങ്ക്സ് ഫോർ വാച്ചിങ്.